ആ മോളിവിടെ ഉണ്ടായിരുന്നോ? അല്ല, പുതിയ എന്തോ കോളുമായിട്ടാണല്ലോ വന്നിരിക്കുന്നേ. അതെ, അത് പറയാനാ ഞാൻ രാവിലെ ഇനി വന്നത്. ചേട്ടത്തി എന്താ പുറത്തേനെ വന്ന്? അകത്തേക്ക് വാ വാ. വേണ്ട മോനെ, ചേട്ടത്തിക്കേ 1-2 സ്ഥലത്തൂടി പോവാനുണ്ട്. ഞാൻ വന്ന കാര്യം പറയാം. എന്താ? രത്നമോൾക്കേ നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ആ, നല്ല കൂട്ടരാ. ചേട്ടത്തി അവരെ കുറിച്ചൊക്കെ ശരിക്കും അന്വേഷിച്ചോ? അതും ഇനി പഴയതുപോലെ? അല്ല മോനെ, നന്നായിട്ട് അന്വേഷിച്ചു. ഇത് നടക്കുമെന്നാ എന്റെ മനസ്സ് പറയുന്നേ. ആ രത്നമോളെ, മോളെ, അവർക്ക് ഒരു ഡിമാൻഡും ഇല്ല എന്നവര് പ്രത്യേകം പറയുകയും ചെയ്തു. രക്തമോളുടെ ഫോട്ടോ കണ്ട ഉടനെ അവർക്ക് ഇഷ്ടായി. നല്ല സ്വഭാവം, ദുശീലങ്ങളൊന്നുമില്ല. സർക്കാർ ഉദ്യോഗസ്ഥനാ. ആ ഏതോ ഒരു വകുപ്പിലാ ജോലി. ചേട്ടത്തി ചെക്കന്റെ സ്ഥലം എവിടെയാ? ഈ മാണിക്യമംഗലത്ത് നിന്നും വടക്കോട്ടെ ഒരു 10 കിലോമീറ്റർ പോകണം. നമ്മുടെ പുത്തമ്പുരയിലെ ദാമോദരന്റെ മോളെ കെട്ടിച്ചു വിട്ടിരിക്കുന്ന വീടില്ലേ, അതിന്റെ അയൽവക്കത്താ. അതേ മോനെ, അവരും പറഞ്ഞു നല്ല കൂട്ടരാ, രത്നയ്ക്ക് അവിടെ സ്വർഗമായിരിക്കുമെന്ന്. ഹായ്. മോടെ ഇതൊന്ന് പിടിച്ചേ. ഇതാ പയ്യന്റെ ജാതകം. എത്രയും പെട്ടെന്ന് ഒത്തു നോക്കിയിട്ടേ അവരെ അറിയിക്കണോന്നാ പറഞ്ഞത്. പയ്യന്റെ ഫോട്ടോ ഇല്ലേ ഏട്ടത്തി? ജാതകമൊക്കെ നോക്കിയിട്ടേ ഞാനത് വാങ്ങിത്തരാം. വിഷമിക്കണ്ട, ഒരു സുന്ദരനെ തന്നെ ഈ സുന്ദരിക്കുട്ടിക്ക് കിട്ടും. എല്ലാം ഒത്തു വന്നാ ഉടനെ നടത്താമെന്നാ അവര് പറഞ്ഞത്. എന്നാ ഏട്ടത്തി ഇറങ്ങുവാണേ. ഇനി നിന്നാലേ ആ ഓട്ടോ വിലക്ക് വാങ്ങേണ്ടി വരും. സന്തോഷമായില്ലേ? ഏട്ടത്തി പോയിട്ട് വരാമേ. റാണി മോളെ വന്ന്. ഓ, ഇതാത്തോണ്ട് വെച്ചിട്ടേ ഏട്ടന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തോണ്ടോ? ശരി ഏട്ടാ. ആ അപ്പൊ ശരി, ജാതകം നോക്കിയിട്ട് മോൻ വിളിച്ചാ മതി. മോളെ രത്നേ, ശരി. ചേട്ടത്തി പതുക്കെ ഇറങ്ങും, സൂക്ഷിച്ചു. ചേട്ടത്തി കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് ഓടി വരണമെന്നില്ല കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. യാത്ര ചെയ്ത് കഷ്ടപ്പെടാൻ നിൽക്കണ്ട.